സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന വനിതാ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. അവർ വലിയ സമരത്തിലാണ്. അവർ വലിയ സമരമുറകളിലേക്കൊക്കെ കടന്ന ആളുകളുമാണ്. അപ്പൊ നിലവിൽ 964 പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ 30% പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചിട്ടുള്ളത്. പക്ഷേ 3 പേർക്ക് നിയമനം കൊടുക്കാൻ തീരുമാനമായിട്ടുണ്ട്. 45 പേര് എടുക്കാൻ തീരുമാനമായി. അപ്പൊ സമരത്തിന് അത്രയും വിജയം എന്ന് വേണം പറയാം. അതെ, പറയാം. കൂടുതൽ വിവരങ്ങളുമായി കാലാവധി വേണമെങ്കിൽ നീട്ടി വെക്കുകയും ചെയ്യാം. പക്ഷേ അടുത്ത ലിസ്റ്റ് അടുത്ത എക്സാം കഴിഞ്ഞു പറയുന്നത് സാങ്കേതിക മേഘ്ന മുരളി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അപ്പൊ മേഘ്ന, അല്പമൊരാശ്വാസമുണ്ട്. പക്ഷേ എന്നാലും ഇവരുടെ ഈ സമരം അത് വലിയ കടുത്ത രീതികൾ കൊണ്ട് ശ്രദ്ധേയവുമായിരുന്നു. എന്താണ് ഇവർക്ക് പറയാനുള്ളത്? ഇന്നിപ്പോ അവസാന ദിവസവും കൂടിയാണല്ലോ. ഗുഡ് മോർണിംഗ് മേഘ്ന. ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഗുഡ് മോർണിംഗ് ടീം. ഞാനിപ്പോൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. പക്ഷേ ഇവിടെ നമ്മൾക്ക് കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് ഇവർക്ക് ഒട്ടും ആശ്വാസമെന്ന് പറയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ഏപ്രിൽ 2 മുതൽ ഇവർ ഇവിടെ സമരം ഇരിക്കുകയാണ്. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് പരമാവധി നിയമനം നൽകുക. 2023 ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അതിൽ 974 പേരുള്ള റാങ്ക് ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചത്. അതിൽ വെറും 30% പേർക്കാണ് ഇപ്പോഴും ഒരു നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഒരു 70%-ലധികം പേർക്കെങ്കിലും നിയമനം ലഭിക്കണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യമായി പറയുന്നത്. പക്ഷേ സർക്കാർ ഇപ്പോഴും പറയുന്നത് അത് പ്രായോഗികമല്ല. കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി അടക്കം ഇവരുടെ ആവശ്യം തള്ളിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. പക്ഷേ ഇവർ ഇന്ന് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാനിരിക്കെ അവർ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അതായത് ഇനി അങ്ങോട്ടേക്ക് ഒന്നുമില്ല എന്നുള്ളത് തന്നെയാണ്, ഇനി എന്ത് ചെയ്യുമെന്നുള്ളത് തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് വരുന്നതും. ഇന്ന് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുകയാണ്. ഇന്ന് എങ്ങനെയാണ് ഒരു സമര പരിപാടി? ഇന്ന് നമ്മുടെ പ്രതിഷേധം എന്ന് പറയുന്നത് നമ്മൾ റാങ്ക് ലിസ്റ്റും ഞങ്ങളുടെ ഹോൾ ടിക്കറ്റും ഫിസിക്കലിൻ്റെ ഹോൾ ടിക്കറ്റും എല്ലാം കൂടി ഇന്ന് ശരിക്കും എരിഞ്ഞു തീരുകയാണ്. ആ ഒരു തീമാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ അത്രയധികം പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം കൊണ്ട് കഴിഞ്ഞ വർഷം 2024 ഏപ്രിൽ 20 നിലവിൽ വന്ന ലിസ്റ്റാണ്. 2025 ഏപ്രിൽ 19 രാത്രി 12 മണിക്ക് അവസാനിക്കുമ്പോൾ ആ WCP വന്ന ഞങ്ങളുടെ സ്വപ്നം ഇവിടെ എരിഞ്ഞു തീരുകയാണ്. ഇന്ന് സമരം അവസാനിപ്പിച്ച് മടങ്ങുകയാണ്. ഈ സമരം നമുക്കിനി തുടരാൻ കഴിയില്ല. കാരണം ഇന്നത്തോടെ ഞങ്ങളുടെ WCP റാങ്ക് ലിസ്റ്റ് എന്ന ലേബൽ കഴിയുകയാണ്. അപ്പം നമുക്ക് മടങ്ങുക എന്നല്ലാതെ വേറെ വഴിയില്ല. ഇങ്ങനെ തന്നെയാണ്. ഇന്ന് ഇവർക്ക് സമരം അവസാനിപ്പിച്ച് മടങ്ങുക എന്നത് മാത്രമാണ് ആകെയുള്ള പോംവഴി എന്ന് പറയുന്നത്. ഇനി ഇവർ വേറെ ഉദ്യോഗം നോക്കേണ്ടി വരും എന്നുള്ള അടക്കമുള്ള നിരാശകൾ ഇവർ പങ്കുവയ്ക്കുന്നു. കൂടാതെ ഇന്ന് ഇവരുടെ ഒരു റാങ്ക് ലിസ്റ്റ് കത്തിച്ചുകൊണ്ട് കഴിഞ്ഞ 17 ദിവസമായി പലതരത്തിലുള്ള സഹന സമരങ്ങൾ, അത് ഈ റീത്ത് വെച്ചും ഈ നിലത്തിഴഞ്ഞും ഒക്കെ പലതരത്തിൽ സ്വയം വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമരമായിരുന്നു ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് അതിൻ്റെ ഒരു അവസാനം എന്ന രീതിയിൽ അവരുടെ റാങ്ക് ലിസ്റ്റ് കത്തിച്ചുകൊണ്ടൊരു സമര രീതിയിലേക്ക് പോകുന്നു. ഇപ്പോഴും ഈ അവസാന മണിക്കൂറാണ്. ഇപ്പോഴും ഏതെങ്കിലും തരത്തിലൊരു നിയമന ശുപാർശ ലഭിക്കുമോ എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 45 പേർക്ക്, ഈ സമരം ചെയ്യുന്ന 3 വനിതകൾ ഉൾപ്പെടെയുള്ള 45 പേർക്ക് കഴിഞ്ഞ ദിവസം നിയമന ശുപാർശ ലഭിച്ചിരുന്നു. പക്ഷേ അത് ഒരു കുറഞ്ഞ എണ്ണം മാത്രമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ